കാര്യമുള്ള മൊഴികളായി കനവ് കണ്ട കാഴ്ചയായി കിളികളാടും ചുവടുമായി കാര്യമുള്ള മൊഴികളായി കനവ് കണ്ട കാഴ്ചയായി കിളികളാടും ചുവടുമായി കാട്ടിലാടും മനമതിൽ കൊട്ടുവച്ച ചിന്തയായി കരുതലിന്റെ പാട്ട് പാടിക്കൊണ്ട് കൂടി
യേശുവേ യേശു യേശുവേ യേശു യേശുവേ യേശു യേശുവേ ഒന്നുകൂടി പാടിക്കേ. യേശുവേ യേശു യേശുവേ യേശു യേശുവേ യേശു യേശുവേ. യേശുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? യേശു രക്ഷിക്കുന്നവനാണോ? അതെ. യേശു നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നവനാണോ? അതെ. നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണോ? അതെ. ഞാൻ ചോദിക്കട്ടെ, യേശു നമ്മുടെ ഹൃദയത്തിലുണ്ടോ? തീർച്ചയായും. ഹൃദയത്തിലുള്ളവർ ഹൃദയത്തോടൊന്ന് കൈകൾ ചേർത്ത് വെച്ച് നോക്കട്ടെ എത്ര പേർക്കുണ്ട് ഹൃദയത്തിലുണ്ടെന്ന്. എല്ലാവരുടെയും ഹൃദയത്തിൽ യേശു ഉണ്ട്. വിശ്വാസത്താൽ നമ്മൾ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ യേശുവിനെ കാണാറുണ്ടോ? എവിടെ വെച്ചാ കാണുന്നേ? പള്ളിയിൽ. പള്ളിയിൽ ദിവ്യകാരുണ്യത്തിൽ യേശുവിനെ അനുഭവിക്കുകയാണ് അല്ലേ? അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോയെ അനുഭവിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരു ഫ്രെയിമുണ്ട്, നോക്കിക്കേ. കണ്ടല്ലോ? അതിൻ്റെ മറുവശം നോക്കിക്കേ. ഈശോയെ കാണുന്നുണ്ടോ? ഈശോയെ കാണാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കൈപൊക്കിയിൽ നിന്ന് ഞാൻ ഒരാളെ ഒന്ന് വിളിക്കുന്നു. മോനൊന്ന് വരുമോ? മോനൊന്ന് വരിക. ഇങ്ങോട്ട് വരിക, പെട്ടെന്ന് വരിക. ഈശോയെ കാണാൻ ആഗ്രഹമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു മോൻ നമ്മുടെ ഇടയിലേക്ക് ഇതാ വരുന്നു. ഓക്കെ മോനെ, മോൻ്റെ പേരെന്താണ്? ജോൺ. ജോൺ അല്ലേ? നല്ല പേരല്ലേ? ഒന്ന് കൈയടിച്ചേ. നല്ല പേര്. ജോൺ, ഈ ഫ്രെയിം ഒന്ന് നോക്കിക്കേ. ഇതിൽ ഈശോയെ കാണുന്നുണ്ടോ? ഈശോയുടെ ഒരു ചിത്രം കാണാൻ ആഗ്രഹമുണ്ടോ? മറുവശത്ത് കാണുന്നുണ്ടോ? ഇല്ല. ഈ വശത്ത് കാണുന്നില്ലല്ലോ. അപ്പോൾ നോക്കുക, തിരിച്ചു മറിച്ചു, അങ്ങോട്ട് തിരിച്ചു മറിച്ചു ഒക്കെ ചെയ്യുന്നു അല്ലേ? കാണുന്നില്ലല്ലോ. ഇനി ഞാൻ ഇത് ജോണിൻ്റെ കയ്യിൽ കൊടുക്കാൻ പോവാ ഫ്രെയിം. ജോൺ ഇച്ചിരോടെ നീങ്ങുന്നുള്ളൂ. അവിടെ നിൽക്കുന്നു, പിടിക്കുക. എന്നിട്ട് ജോൺ കണ്ണടച്ചേ. ഈശോയെ മാത്രം മനസ്സിലോർത്തേ. എൻ്റെ ഈശോയെ, എൻ്റെ രക്ഷക, എൻ്റെ ദൈവമേ എന്ന് മനസ്സിലോർക്ക. നന്നായിട്ട് ഓർക്ക. മനസ്സിലോർത്തോ? ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് യേശുവേ എൻ്റെ രക്ഷക, യേശുവേ എൻ്റെ നാഥനെ, യേശുവേ എൻ്റെ ജീവനേ എന്ന് ജോൺ മനസ്സിലോർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ചിത്രമായിട്ട് നമ്മുടെ മനസ്സിൽ പതിയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇതാ ഈശോ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടണം അല്ലേ? കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ ഇതാ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. മോനെ, ഓക്കെ, അവരെ കാണിച്ചു കൊടുക്കും. മോൻ കാണിച്ചു കൊടുത്തു. ഇഷ്ടപ്പെട്ടോ? ഈശോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നാ ഈശോയ്ക്ക് ഉമ്മ കൊടുത്തേ. ഇനി നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ഒരു കുഞ്ഞൂസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് ആദം എന്നാണ്. ആ കുഞ്ഞൂസ് കർത്താവിൻ്റെ സംരക്ഷണം 91-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞൂസേ വരിക. വാ. സങ്കീർത്തനം. കർത്താവിന്റെ സംപ്രേഷണം അത്യുന്ന സംഭാഷണത്തിൽ വസിക്കണമെന്നും ശാവശത്വന്ന് തന്നിൽക്കണമെന്നും കർത്താവിന്റെ സംഗീതം എന്നൊക്കെ തേനാണ് ആശ്രയിക്കുന്ന ദൈവമെന്നും പറയും. അവൻ മാളങ്കമാരെയ മാമാമാർ ഇന്ന് രക്ഷിക്കും. അവൻ്റെ തന്റെ തൂർക്കുണ്ടാവും നിന്നെ മറച്ചു കൊല്ലും. അവിടുത്തെ കീഴിൽ വേദിപ്പിക്കും. അവിടുത്തെ വിശ്വാസങ്ങൾക്ക് കവചം ലജ്ജമായിരിക്കും. രാത്രിയിലെ ഫീനിൻ്റെ പകൽ നഷ്ടത്തേനെ ഭയപ്പെടണ്ട. എഴുതി സഞ്ചരിക്കണമാവേ നട്ടിശയ്ക്ക് വനവിന ശത്തേനെ പേടിക്കണ്ട. എൻ്റെ വാചങ്ങളായെങ്കിലും മറിച്ചു വീണേക്കാം. എൻ്റെ വാട ശക്തി പറഞ്ഞായെങ്കിലും ഓണം തന്നെ കൂടാത്ത സംഭവിക്കില്ല. ദുഷ്ടരപ്പെടുന്നൊക്കെ നീ കാണും. നീ കത്താലോസിച്ചു അത്യന്തൻ്റെ നിവാസം അർപ്പിച്ചു. നിന്നെ സംഭവിക്കില്ല. ഓണാന്തോണിനെ കൂടാതെ സംഭവിക്കില്ല. എൻ്റെ വഴികൾ കാത്തു കളിക്കാവർ നിന്നെ ഗുണമാലോട് കളിപ്പിക്കും. എൻ്റെ വാഹനം കളിയിൽ തട്ടായിരിക്കാൻ
അവിടെ നിന്ന് കൈകൾ വഴിച്ചു കൊള്ളും. സിംഹത്തിൻ്റെ മണിയെ നീ ചവിട്ടി നടക്കും. സിംഹത്തെ സർപ്പത്തെ നീ ചവിട്ടി മരിക്കും. അവൻ സേനാന്തരത്തിൽ ഞാൻ അവനെ രക്ഷിക്കും. ഞാൻ അവനെ വീഴ്ചിക്കുമ്പോൾ ഞാൻ അവനോട് അമലും. അവന് കഷ്ടത്തും ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കാൻ മാറ്റുപടുത്തുകയും ചെയ്യും. ദീർഘാശ നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ ലക്ഷ്യം ഞാൻ കാണിച്ചു കൊടുക്കും. നമ്മുടെ ജീവിതം ആർക്ക് സമർപ്പിക്കേണ്ട ജീവിതമാണ്? ഈശോയ്ക്ക്. ഈശോയ്ക്ക് സമർപ്പിക്കണം ആദ്യമായിട്ട്, അല്ലേ? എന്നിട്ടാണ് മറ്റുള്ളവർക്കും മറ്റ് പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പൂർണ്ണമായും വിട്ടുകൊടുക്കാവുള്ളൂ. അപ്പം ആദ്യമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കണം. ഞാൻ ഈശോയുടെ തിരുഹൃദയമായിട്ട് നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ ഈശോയുടെ വലിയൊരു കൈ ആയിട്ട്, കരങ്ങളായിട്ട് നിങ്ങൾക്കിത് കാണാം. എൻ്റെ കയ്യിരിക്കുന്ന ബോക്സ് കണ്ടോ? ബോക്സ് കണ്ടോ? ഈ ബോക്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഓർക്കുക, ഇത് ഈശോയുടെ കരമാണ്. ഇങ്ങനെ ഭാവനയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ഈശോയുടെ മടിയിലിരിക്കുന്ന പോലെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും, ഇല്ലേ? ഈശോ, ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ എൻ്റെ പുറകിൽ വന്ന് ഇങ്ങനെ എന്നെ അനുഗ്രഹിക്കുന്നതായിട്ട് കണ്ട് പരീക്ഷ എഴുതാൻ പറ്റും. അങ്ങനെ പലതും ഭാവനയോടെ, ഭാവന എന്ന് പറയുന്ന വിശ്വാസം തന്നെയാണ് കേട്ടോ, ആ തലങ്ങളിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ കൈകളായിട്ട് ഞാൻ ഉപമിക്കുന്നു. ഈശോ ഉപമകളിലൂടെ പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയമായിട്ട് ഞാനിതിനെ സങ്കല്പിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു സന്ദേശം തരാൻ വേണ്ടിയിട്ട്, അപ്പോൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് കയ്യിലുള്ള ഒരു കൊച്ചു പുഷ്പം ഉണ്ടെങ്കിൽ ആ കൊച്ചു പുഷ്പം കൊണ്ടുവന്ന് ഇവിടെ വന്ന് സമർപ്പിച്ചേ. ഓരോരുത്തർ വരിക, വന്ന് ഓരോരുത്തർ സമർപ്പിക്കുക പെട്ടെന്ന്. ഇട്ടിട്ട് പോയിരുന്നോ? സ്ഥാനത്ത് പോയിരുന്നോ? ഇട്ടവർ അവരവരുടെ സ്ഥാനത്ത് പോയിരിക്കുക. വെരി ഗുഡ്, എല്ലാവരും ഇട്ടു, അല്ലേ? ശരിയല്ലേ? നന്നായിട്ട് അവർ ആ കാര്യം ചെയ്തു. ഇനി ഇവിടെ നോക്കിയിരുന്നേ, ഈശോയ്ക്ക് നമ്മളെ സമർപ്പിച്ചു. നമ്മൾ നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. കണ്ടോ, ഈശോയ്ക്ക് നമ്മുടെ കൊച്ചു പുഷ്പം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചപ്പോൾ, ആ പരിശുദ്ധമായ പരിപാവനമായ കൈകളിലേക്ക് സമർപ്പിച്ചപ്പോൾ ഒന്ന് നോക്കിക്കേ, ഈശോ എത്ര വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ആ സമർപ്പണത്തെ ആരേറ്റെടുത്തു? ഈശോ ഏറ്റെടുത്തു. ആരാ ഏറ്റെടുത്ത്? ഈശോ ഏറ്റെടുത്തു. ഇതുപോലെയാണ് നമ്മൾ ഈശോയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ ഈശോ നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ സന്തോഷം എല്ലാം ഈശോ ഏറ്റെടുക്കും.
പോലെ ജീവിതം ഇവിടെ എരിഞ്ഞു തീർന്ന എണ്ണയില്ലാത്തൊരു പാത്രമലേ സ്വപ്നങ്ങൾ ഇവിടെ നിത്യവും കൊഴിയും വർണ്ണമില്ലാത്തൊരു പുഷ്പമല്ലേ ജാഗ്രതയായി ജീവിതത്തിൽ ജാഗ്രതയായി ജീവിതത്തിൽ നിന്റെ ദിവസവും നേരവും അറിഞ്ഞിരിക്കാം അറിയുകയില്ലെന്നു പറയരുതേ നാഥ ആ ദിവസം ഞാൻ കാത്തിരിക്കാം ഇതിലേൽക്കാൻ ഞാൻ വന്നു മണവാളനെ കാണാതെ പോയതിൻ കുറ്റമല്ലേ ഈ യാത്ര ദൂരം മനസ്സെങ്ങും കാര്യം വിളക്കൊന്നു അണയാതെ കാത്തിടുമോ മംഗളദീപം മനസ്സിൽ ഏന്തി വന്നിതാ നിന്റെ തിരുനടയിൽ മംഗളഗീതം നാവിൽ മുഴങ്ങി നിന്നിതാ നിൻ പാദത്തിൽ നിന്നിതാ നിൻ പാദത്തിൽ മംഗളദീപം മനസ്സിൽ ഏന്തി വന്നിതാ നിന്റെ തിരുനടയിൽ എന്നെ ശക്തനാക്കുന്ന എൻ യേശുവിലൂടെ എനിക്കെല്ലാം സാധിക്കും, എനിക്കെല്ലാം സാധിക്കും. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം. ഈ സ്റ്റാൻഡ് സാധാരണ ഒന്ന് ഉയർത്തിയാൽ എല്ലാവരും ഈ അടിയിൽ ഇങ്ങനെ പിടിച്ച് ഹാൻഡിലിൽ അല്ല താഴെയൊക്കെ പിടിച്ചിട്ടാണ് ഉയർത്തുക. അതേസമയം നമ്മൾ മറ്റൊരു രീതിയിൽ ഉയർത്താൻ പോവുക. ഈ സ്റ്റാൻഡിൽ ഒരു വിരി ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം. ഈ വിരി ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉയർത്തി കാണിക്കുന്നു, കണ്ടല്ലോ, ഉയർത്തി കാണിക്കുന്നു. ഇതാ ഈ വിരി ഞാൻ താഴേക്ക് ഇടുകയാണ്. ഇട്ടതിന് ശേഷം ഞാൻ ഇതിലൊരു ചെറിയ ബൊക്കെ വയ്ക്കാനായിട്ട് പോവുകയാണ്. ഇത് ഓക്കെ. അപ്പോൾ എന്നെ ശക്തനാക്കുന്ന എൻ്റെ ഈശോയിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ ആ വചനം മനസ്സിൽ ഓർത്തോളാം കേട്ടോ. പഠിക്കാൻ പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഭക്തസംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും അങ്ങനെ ഓരോ കാര്യങ്ങളിലും പ്രവർത്തിക്കുമ്പോൾ ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിച്ചുകൊള്ളുക, എന്നെ ശക്തനാക്കുന്ന എൻ്റെ ഈശോയിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഉറച്ചു വിശ്വസിച്ചോളാം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ പിടിച്ച് ഉയർത്തേണ്ടതിന് പകരം നമ്മൾ ആ മുകളിലുള്ള ഒരു കവറയിൽ പിടിച്ചാൽ നമുക്ക് ഉയർത്താൻ പറ്റും. കണ്ടോ, എന്നെ ശക്തനാക്കുന്ന എൻ യേശുവിലൂടെ എനിക്കെല്ലാം സാധിക്കും, എനിക്കെല്ലാം സാധിക്കും. ായിരിക്കട്ടെ. ഞങ്ങൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബൈബിൾ വചനങ്ങളാണ്. സങ്കീർത്തനം 91. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂലികൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പകുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം,
നിന്റെ വലത്തുവശത്ത് 10,000 എങ്കിലും നിനക്ക് അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതൽ നീ വാസം ഉറപ്പിച്ചോ. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൾ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിൻ്റെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മുക്തിപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഈശോ വിളിച്ചു, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരട്ടെ, അവരെ തടയരുത്. കുഞ്ഞുങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, മാനസാന്തരപ്പെട്ട് ഈ ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങളിൽ ആരും സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല. മാനസാന്തരപ്പെട്ട് ഈ ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങളാരും സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു മാറ്റം നമ്മൾ ഈ വിശ്വാസ പരിശീലന രംഗത്തൊക്കെ ആയിരിക്കുമ്പോൾ, വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൊക്കെ ആവേശത്തോടെ നമ്മൾ പങ്കെടുക്കുക. ക്രിസ്തുവിനെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ഉപദേശങ്ങളെക്കുറിച്ച്, പരിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പഠിക്കുക, അത് അനുഭവമാക്കുക. അങ്ങനെ നമ്മൾ യേശുവിൽ ഒന്നായി ഒറ്റക്കെട്ടായി വളർന്നു വരുന്ന ഒരു സമൂഹമാണ് സഭ എന്നുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അതുകൊണ്ട് മാജിക് അങ്കിൾ അവസാനമായിട്ടിതാ ഒരു മാജിക് കൂടി കാണിക്കാൻ പോവുകയാണ്. ആ മാജിക്കോടുകൂടെ നമ്മുടെ നിർമ്മല മാതാ ഇടവകയിലെ വിശ്വാസ പരിശീലന രംഗത്തുള്ള കുഞ്ഞുമക്കളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അവതരിപ്പിച്ച് മാജിക് അങ്കിൾ അടുത്ത ദേവാലയത്തിലെ വിശ്വാസ പരിശീലന രംഗത്തുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് പോവുകയായി. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഈശോ വിളിക്കുന്നതായി കണ്ടുകൊണ്ട് കടന്നു വരാം. വരിക, അടുത്ത് വരിക, എല്ലാവരും വരിക, എല്ലാവരും. ഈശോ വിളിക്കുന്നു, വരൂ മക്കളെ. ഈശോ വിളിക്കുന്നു, കുഞ്ഞുങ്ങളെ, കുഞ്ഞുമക്കളെ, എന്നരുകിൽ വന്നിടുവിൻ, തടയരുതേ, തടയരുതേ, ആരുമാരും അവരെ തടയരുതേ. യേശുനാഥൻ അരുളിയ തിരുവചനമിതാ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ കലകളും താലന്തുകളും വളർന്ന് പുഷ്പിച്ച് വിടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒത്തിരി നന്ദിയോടുകൂടെ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ. കാര്യമുള്ള മൊഴികളായി, കനവ് കണ്ട കാഴ്ചയായി, കിളികളാടും ചുവടുമായി, കാര്യമുള്ള മൊഴികളായി, കനവ് കണ്ട കാഴ്ചയായി, കിളികളാടും ചുവടുമായി.